الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وما خلقنا السماء والأرض وما بينهما باطلا ذلك ظن الذين كفروا فويل للذين كفروا من النار. ഏറെ ബഹുമാനമുള്ള വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, പച്ചയായ മനുഷ്യരാണ് നമ്മളെല്ലാവരും. എഴുന്നേറ്റ് നടക്കുന്നു, പണം സമ്പാദിക്കുന്നു, വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്, കുടുംബവും മക്കളും സ്വത്തുമെല്ലാം നമുക്കുണ്ട് എന്നെല്ലാം നമ്മൾ വിചാരിക്കുമ്പോഴും ഏത് നിമിഷവും നമ്മുടെ ജീവിതം അവസാനിക്കാവുന്ന ഒരവസ്ഥയിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ ജുമഅ ദിനത്തിൽ ഒന്നാമത്തെ സഫിലുണ്ടായിരുന്ന മരക്കാർ മൗലവി കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി. അല്ലാഹു അദ്ദേഹത്തിന്റെ നന്മകൾക്ക് ധാരാളമായി പ്രതിഫലവും അദ്ദേഹത്തിന്റെ വീഴ്ചകൾക്ക് വിശാലമായ മഗ്ഫിറത്തും നൽകി സ്വർഗത്തിന്റെ ഉന്നത പദവി നൽകി അദ്ദേഹത്തെ ആദരിക്കുമാറാവട്ടെ. ഒരു പുരുഷായുസ് കാലം ദീനീ ദഅവത്തിനും തൗഹീദിന്റെ സംരക്ഷണത്തിനും പുതുതലമുറയ്ക്ക് നന്മ പകർന്നു കൊടുക്കാനും വേണ്ടി മാറ്റിവെച്ച ജീവിതം വളരെ പ്രതീക്ഷകൾക്കിടയിലൂടെ കഴിച്ചുകൂട്ടുമ്പോൾ തന്നെയാണ് അവസാനിച്ചത്. നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഇതിൽ നിന്ന് വിഭിന്നമല്ല എന്നത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നാം എത്ര കാലം ജീവിച്ചു എന്നതല്ല, ജീവിച്ച കാലം നാം എന്ത് സമ്പാദിച്ചു, നാം എന്തെല്ലാം നേടിയെടുത്തു, നമ്മുടെ ഇരുളും നമ്മുടെ വെളിച്ചവും, നമ്മുടെ രാവും നമ്മുടെ പകലും, നമ്മുടെ യൗവനവും നമ്മുടെ മധ്യവയസ്കതയും നമ്മുടെ വാർദ്ധക്യവും എല്ലാം എങ്ങനെ വിനിയോഗിച്ചു എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്നത്. വമാ ഖലഖനസ് സമാഅ വൽ അർദ വമാ ബൈനഹുമാ ബാത്തില, ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു പടച്ചത് വെറുതെയല്ല. ദാലിക ളന്നുല്ലദീന കഫറു, സത്യനിഷേധികൾക്ക് അങ്ങനെ ഒരു വാദമുണ്ട്. അവർ പറയുന്നത് ഈ ജീവിതം ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ്. ഇവിടെ രസിക്കാനും ഇവിടെ സുഖിക്കാനും ഇവിടെ ആനന്ദിക്കാനും ഇവിടുത്തെ സന്തോഷത്തിനും വേണ്ടി മാത്രമാണ് നമ്മുടെ ജീവിതമുള്ളത് എന്ന് സത്യനിഷേധികൾ പറയുമ്പോൾ ഫവൈലുൽ ലില്ലദീന കഫറു മിനന്നാർ, സത്യനിഷേധികൾക്ക് നാശത്തിന്റെ നരകമാണ് കാത്തിരിക്കുന്നത്. അം നജഅലുൽ ലദീന ആമനു വഅമിലസ് സാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദി അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ.
അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരും ഭൂമിയിൽ കുഴപ്പങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുകയും ചെയ്തവർ സമമാകുമോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, തഖ്വ പാലിച്ച് ജീവിച്ചവരും തമ്മാടികളായി ജീവിച്ചവരും അവരെ എല്ലാവരെയും നാം തുല്യമാക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവരെല്ലാം ഒരുപോലെയാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്നാണ്. ഒരിക്കലുമല്ല സഹോദരന്മാരെ. നമ്മുടെ ജീവിതം പടച്ചറബ് കൃത്യമായ ലക്ഷ്യത്തോടെ നിർണയിച്ച് നൽകിയതാണ്. വമാ ഖലഖ്നസ് സമാഅ വൽ അർദ വമാ ബൈനഹുമാ ലാഇബീൻ, ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ളതിനെയും ഒരു വിനോദത്തിനു വേണ്ടി വെറുതെ ഇരുന്നപ്പോൾ ഒരു കളിപ്പാട്ടമുണ്ടാക്കുന്ന പോലെ പടച്ചറബിനൊരു കഴിവുള്ളതുകൊണ്ട് അവൻ വെറുതെ അങ്ങ് ഉണ്ടാക്കിയിട്ടിരിക്കുകയല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇതിന് പിന്നിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ, മനുഷ്യരെ നിങ്ങളെ ഞാൻ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് വിചാരിക്കുന്നുണ്ടോ? വ അന്നകും ഇലൈനാ ലാ തുർജഉ, നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട്. അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, വെറുതെ നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കൽപ്പനകൾ നൽകാതെ, വിലക്കുകളും നിർദ്ദേശങ്ങളും ഇല്ലാതെ, നിങ്ങളുടെ ജീവിതത്തിന് പ്രത്യേകമായ ഒരു ഫ്രെയിം ഇല്ലാതെ നിങ്ങളെ ഞാൻ പറഞ്ഞയച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അല്ലാഹുവിന്റെ വചനങ്ങൾ പടച്ചറബ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ കൽപ്പനകളുണ്ട്, വിലക്കുകളുണ്ട്. അല്ലാഹു നമ്മെ വെറുതെ വിട്ടിരിക്കുകയല്ല. മരണപ്പെട്ടാൽ ഖബറിൽ നമ്മൾ അലിഞ്ഞു ചേരുകയല്ല, ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ പിന്നീട് യഥേഷ്ടം ഓരോരുത്തരും മുജ്ജന്മത്തിന്റെ അവസ്ഥക്കനുസരിച്ച് ജീവിക്കുകയല്ല, മറിച്ച് ഒരു വിചാരണയുണ്ട്, ഒരു തുലാസുണ്ട്, ഒരു സിറാത്തുണ്ട്, ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. അങ്ങനെ ഒരു ഹിസാബിന്റെ, അങ്ങനെ ഒരു പരീക്ഷണത്തിന്റെ ലോകത്താണ് സഹോദരന്മാരെ നമ്മൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പടച്ചറബിന്റെ കൽപ്പനകളോട്, പടച്ചറബിന്റെ വിലക്കുകളോട് ഒരു വിശ്വാസി നിർബന്ധമായിട്ടും പാലിക്കേണ്ട ചില ആദാബുകളെക്കുറിച്ച്, ചില മർത്തബകളെക്കുറിച്ച്, ചില അഹ്കാമുകളെക്കുറിച്ച് ഉലമാക്കൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് വായുവും വെള്ളവും ജീവനും നൽകിയ, നമ്മെ നാമാക്കി മാറ്റിയ, നമുക്കെന്തെല്ലാം ഉണ്ടെന്ന് നാം പറയുന്നുവോ അതിന്റെ എല്ലാം ഉടമസ്ഥനായ, ഇനി നാളെ നമ്മെ മരിപ്പിക്കുന്ന, അതിനപ്പുറത്ത് നമ്മളെ പുനർജനിപ്പിക്കുന്ന പടച്ചറബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളോട്, വിലക്കുകളോട് നാം പാലിക്കേണ്ട മര്യാദകൾ എന്തെല്ലാമാണ് എന്നത് പണ്ഡിതന്മാർ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ചെറിയൊരു റിസാലയിലൂടെ പഠിപ്പിച്ച 7 പോയിന്റുകൾ നമ്മുടെ ജീവിതത്തിൽ നാം മനഃപ്പാഠമാക്കണം. അതിന്റെ ആശയം നാം ഗ്രഹിക്കണം, അത് നാം പ്രാവർത്തികമാക്കണം, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്ന് പറഞ്ഞ് 4 ബാധ്യതകൾ ഈ 7 കാര്യങ്ങളോടുണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ 7 കാര്യങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം സുഹൃത്തുക്കളെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ കൽപ്പനകളെ, അവന്റെ വിലക്കുകളെ കുറിച്ച് കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന തൗഹീദിനെ നീ പഠിക്കണമെന്നാണ്. മുസ്ലിം നാമധാരികളാണ് പറയാറുള്ളത്, മുസ്ലിങ്ങൾക്കൊരു വാദമുണ്ട്, അല്ലാഹനെ മാത്രമേ ആരാധിക്കാവൂ എന്നൊരു വാദമുണ്ട് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്നത് മുസ്ലിങ്ങൾക്ക് തന്നെ അറിയാത്തൊരു കാലത്ത് തൗഹീദിനുള്ള കൽപ്പന, നമസ്കാരത്തിനുള്ള കൽപ്പന, സകാത്തിനും നോമ്പിനും ഹജ്ജിനുമുള്ള കൽപ്പന, അല്ലാഹുവിന്റെ ധാരാളം കൽപ്പനകൾ, അവയെക്കുറിച്ചുള്ളൊരു പഠനം വളരെ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹറാമാക്കി ശിർക്ക് എന്താണ്, ബിദ്അത്ത് എന്താണ്, മുഹറമാത്ത് അക്ബറുൽ കബായിറുകൾ എന്താണ്, സാമ്പത്തിക രംഗത്ത് നാം പാലിക്കേണ്ടത് എന്താണ്, എന്താണ് കച്ചവടം, എന്താണ് പലിശ, ഇതിനെക്കുറിച്ച് വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നതാണ് അല്ലാഹുവിന്റെ കൽപ്പനകളോടുള്ള ഒന്നാമത്തെ നമ്മുടെ ബാധ്യത. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. വാക്കിനും പ്രവൃത്തിക്കും മുമ്പ് ഉണ്ടായിരിക്കേണ്ട കാര്യം ഇൽമാണ്. പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾ എന്തിനെ എങ്ങനെ സൂക്ഷിക്കണമെന്നറിയാതെ അയാൾ എങ്ങനെ ഓരോ കാര്യങ്ങളെ സൂക്ഷിക്കും? അതുകൊണ്ട് തന്നെ തഖ്വ എന്താണെന്നും എന്തിലാണെന്നും എങ്ങനെയാണെന്നും പഠിച്ചാലേ ഓരോ രംഗത്തും ഒരാൾക്ക് തഖ്വ പാലിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ധാരാളം ഹദീസുകളിലൂടെയും ആയത്തുകളിലൂടെയും അറിവ് നേടുക എന്നത് പടച്ചറബ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ആദ്യത്തെ കൽപ്പന തന്നെ അറിവ് നേടാനുള്ള കൽപ്പനയാണ്. ഇഖ്റ, നീ വായിക്കുക, എഴുതുക,
പഠിക്കുക എന്നതാണ്. മാ അന ബിഖാരി, എനിക്ക് വായന അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ ജിബ്രീലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വായന പഠിപ്പിച്ചു കൊടുക്കുകയാണ്, വിശുദ്ധ ഖുർആനിന്റെ ഖിറാഅത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവിടം തൊട്ടാണ് ഇസ്ലാമിന്റെ ആദ്യാധ്യാപനം ആരംഭിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും രാവിലെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. റിസ്ഖും അമലും ചോദിക്കും മുമ്പ് ഇൽമുൻ നാഫിഅ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു എന്നത് ഇൽമിന്റെ മഹത്വമാണെന്നത് നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. മഹാനായ രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ അബ്ദുൽ അസീസ് റഹിമഹുല്ല പറയുന്നത്, ഒരു മനുഷ്യൻ അയാൾ അറിവില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ അയാളെ കൊണ്ടുള്ള മസ്ലഹത്തിനേക്കാളും കൂടുതൽ അയാളെ കൊണ്ട് മഫ്സദത്തായിരിക്കും ഉണ്ടാവുക എന്നതാണ്. അറിവില്ലാതെ പലതും പ്രവർത്തിക്കുകയാണെങ്കിൽ അയാളെ കൊണ്ട് ഫസാദ് ഉണ്ടാകുമെന്നാണ് മഹാനായ ഉമർ അബ്ദുൽ അസീസ് റഹിമഹുല്ല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അറിവില്ലായ്മയാണ് തിന്മകൾക്ക് കാരണം, അറിവില്ലായ്മയാണ് ബിദ്അത്തിന് കാരണം, അറിവില്ലായ്മയാണ് ശിർക്കിന് കാരണം. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശക്തികൾ അവർ ഒരു ഈച്ചയെങ്കിലും സൃഷ്ടിക്കട്ടെ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഈച്ചയെ സൃഷ്ടിക്കാൻ അവർക്ക് സാധ്യമല്ലെന്ന് മാത്രമല്ല, ജീവൻ കൊടുക്കാൻ അവർക്ക് സാധ്യമല്ലെന്ന് മാത്രമല്ല, അവരുടെ മുന്നിൽ വെച്ച ഭക്ഷണ പദാർത്ഥത്തിൽ നിന്ന്, മധുരത്തിൽ നിന്ന് ഒരു ഈച്ച വല്ലതും തട്ടിയെടുത്താൽ അതുപോലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ആളുകളാണ് അവരെന്നാണ് പറയുന്നത്. ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്നവർ ദുർബലരാണ്, പ്രാർത്ഥിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശക്തികളും ദുർബലരാണ് എന്ന് പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിന്റെ അവസാനത്തെ പേജിലെ ആദ്യ ഭാഗത്തെ രണ്ടാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നത് വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി എന്നാണ്. അവർ അല്ലാഹനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പടച്ച റബ്ബിന് പുറമെ അവർ പല ശക്തികളെയും പല വ്യക്തികളെയും പല വസ്തുക്കളെയും അവർക്ക് സ്വീകരിക്കേണ്ട അവസ്ഥയുണ്ടായത് എന്നാണ്. ശിർക്കിലേക്കും ഖുറാഫാത്തിലേക്കും ബിദ്അത്തിലേക്കും ഹറാമുകളിലേക്കും മനുഷ്യൻ കൂപ്പുകുത്താൻ കാരണം ദീനിനെക്കുറിച്ചുള്ള വിജ്ഞാനമില്ലായ്മയാണ്. പലിശ വാങ്ങിയില്ലെങ്കിൽ എനിക്ക് വിജയം ലഭിക്കില്ലെന്ന് ഒരുത്തൻ വിശ്വസിക്കുന്നു. എന്നാൽ പലിശയാണ് തന്റെ പരാജയത്തിന് കാരണമെന്നും സആദത്ത് സൗഭാഗ്യം ലഭിക്കണമെങ്കിൽ പലിശ ഉപേക്ഷിക്കണമെന്നുമുള്ള സാമാന്യ വിദ്യാഭ്യാസം അവനില്ലാതെ പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പഠിക്കാനുള്ള നിരവധി അവസരങ്ങൾ കേട്ടും വായിച്ചും മനസ്സിലാക്കിയും അറിയാനുള്ള ധാരാളം കാര്യങ്ങൾ ഉണ്ടായിരിക്കെ അത് പഠിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. തൗഹീദ് എന്താണെന്ന് പഠിക്കണം, നമസ്കാരം പഠിക്കണം, അവിടുന്ന് അങ്ങോട്ട് ഇസ്ലാമിന്റെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതുപോലെ തന്നെ അല്ലാഹ് ഹറാമാക്കിയ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി നമ്മൾ പഠിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനകളോട് നാം പാലിക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പഠിക്കലാണ്. അൽ ഇൽമു ബിഹി, അതിനെക്കുറിച്ച് അറിയാന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം സഹോദരന്മാരെ മഹബ്ബത്തുഹു എന്നാണ്. അള്ളാഹു കൽപ്പിച്ചതിനെ ഇഷ്ടപ്പെടുക, അള്ള വിലക്കിയതിനെ ഇഷ്ടത്തോടുകൂടെ മാറ്റിവെക്കുക. നാം പഠിച്ചു മനസ്സിലാക്കിയ ദീന്, നാം കേൾക്കുന്ന ദീന്, നാം അറിയുന്ന ദീന്, അതിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കുഫാറുകളെ കുറിച്ച് പറഞ്ഞു, ദാലിക ബിഅന്നഹും കരിഹു മാ അൻസലല്ലാഹു ഫഅഹ്ബത അമാലഹും. അവർ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സത്യം അത് സത്യമാണെന്ന് ഉറപ്പിച്ചിട്ടും അവർ അതിനോട് വെറുപ്പ് കാണിക്കുകയും അവർ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്തത് കാരണത്താൽ അവരുടെ കർമ്മങ്ങൾ പാഴായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ആളുകൾക്കറിയാം എന്താണ് ദീന്, ഇസ്ലാമിക വേഷം എന്താണ്, ഇസ്ലാം ഓരോ വിഷയത്തിലും എന്താണ് പറയുന്നത് എന്നെല്ലാവർക്കും അറിയാം. പക്ഷെ അതിനെ ട്രോളുകയാണ് ചെയ്യുന്നത്, അതിനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്, അതിനെ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്. കാലം തിരിയാത്ത ആശയമാണെന്നാണ് പറയുന്നത്. അല്ലെ, ടാക്കീസ് ഹാളിൽ വെച്ചിട്ട് കൂട്ടുപ്രാർത്ഥന നടത്തി ആമീൻ ആമീൻ എന്ന് പറയുമ്പോൾ അവിടെ മതത്തെയാണ് പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു വിശ്വാസി ഒരിക്കലും വഹീനെ, അള്ളാഹുവിന്റെ ഗൈഡൻസിനെ ഒരിക്കലും പരിഹസിക്കുകയില്ല. അതിനെ പരിഹസിക്കാനുള്ള ധൈര്യം അവനില്ല. കപട വിശ്വാസിക്ക് മാത്രമേ അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കാൻ സാധിക്കുകയുള്ളൂ. അവരാണ് പറഞ്ഞത് ഇന്നാ കുന്നാ നഖൂദു വനൽഅബ്, ഞങ്ങൾ കളിക്കുകയായിരുന്നു, ഞങ്ങൾ തമാശിക്കുകയായിരുന്നു എന്ന്. അവരോടാണ് അള്ളാഹു ചോദിച്ചത് അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹസിഊൻ, അള്ളാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും അവന്റെ ആയത്തുകളെ കൊണ്ടുമാണോ നിങ്ങളുടെ പരിഹാസമെന്ന് കപടന്മാരോട് അള്ളാഹു പറഞ്ഞു. ലഖദ് കഫർതും ബഅദ ഈമാനിക്കും, ഈമാൻ കിട്ടിയതിനു ശേഷം നിങ്ങളെല്ലാം കാഫിറുകളായി പോയിരിക്കുന്നു എന്ന് കപടന്മാരോട് അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ വിശ്വാസികളാണ്. അള്ളാഹു വല്ലതും പറഞ്ഞാൽ അതിനെ ഇഷ്ടത്തോടെ സ്വീകരിക്കാൻ പറ്റണം. അള്ളാഹു വല്ലതും വിലക്കിയാൽ ഇഷ്ടത്തോടെ, പടച്ചറബിൽ പ്രിയത്തോടെ അതിന് ജീവിതത്തിൽ നിന്ന് വലിച്ചു പറിച്ചു മാറ്റിയിടാനുള്ള ഒരു ശേഷി നമുക്കുണ്ടായിരിക്കണം. നബിയെയും നബിചര്യയെയും അള്ളാഹുവിനെയും ഖുർആനിന്റെ വചനങ്ങളെയും വെറുക്കുന്നവരുടെ എണ്ണം കൂടുന്ന ഈ കാലത്ത് നമ്മൾ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. നമ്മെ സദാസമയം
പ്രൊട്ടക്ട് ചെയ്യുന്ന, നമ്മെ സംരക്ഷിക്കുന്ന ഒരാളുടെ കൽപ്പനയെ നമ്മൾ പരിഹസിക്കുമോ? നമുക്ക് അന്നം തരുന്ന ഒരാളെ നമ്മൾ പരിഹസിക്കുമോ? നമ്മെ സംരക്ഷിക്കുന്ന ഒരാളെ നമ്മൾ പരിഹസിക്കുമോ? നാം കൂർക്കം വലിച്ചുറങ്ങുമ്പോഴും നമുക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ഒരുക്കിയ ഒരാളെ നാം മോശമായി കാണുമോ? രാവും പകലും നമുക്ക് വേണ്ട സകലതും സംവിധാനിച്ചു തന്ന പടച്ചറബ്, ദീനിയായ ദുനിയവിയായ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയ പടച്ചറബ്, അവന്റെ കൽപ്പനയെ നമ്മൾ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? എങ്ങനെ ഇഷ്ടത്തോടെ സ്വീകരിക്കാതിരിക്കും? അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തുമൊക്കെ ഇഷ്ടത്തോടുകൂടെയാണ് സ്വീകരിച്ചതെങ്കിൽ ആ ഇഷ്ടം നമുക്കുണ്ടാകണം. നമസ്കാരത്തെ, ദിക്റിനെ, ദുആഇനെ, ഖുർആൻ പാരായണത്തെ എനിക്കിഷ്ടമാണെന്ന് പറയാൻ എത്ര ആളുകൾക്ക് സാധിക്കും? കഷ്ടപ്പെട്ട് ചെയ്യുന്നവരുണ്ട്, കടമ തീർക്കുന്നവരുണ്ട്, ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന എത്ര ആളുകളുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്കൂ, മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗദ ലില്ലാഹ് വഅഅതാ ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ഈമാൻ പൂർത്തീകരിക്കപ്പെട്ടവരാരാണെന്നറിയോ? അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നവർ, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുന്നവർ, അള്ളാഹ്ക്ക് വേണ്ടി നൽകുന്നവർ, അള്ളാഹ്ക്ക് വേണ്ടി നൽകാതെ പിടിച്ചു വെക്കുന്നവർ, അവരുടെ ഈമാൻ സമ്പൂർണ്ണമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ അള്ളാഹുവിന്റെ കൽപ്പനകളെ നമ്മൾ ഇഷ്ടപ്പെടണം. അത് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ നമ്മൾ സമീപിക്കണം. അത് നഷ്ടപ്പെടുത്തുന്ന കാരണങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. മതത്തെ പരിഹസിക്കുന്ന ചാനലുകൾ, അങ്ങനത്തെ ഇൻഫ്ലുവൻസേഴ്സ്, അങ്ങനെയുള്ള ദൃശ്യങ്ങൾ, അത്തരം കാര്യങ്ങൾ കാണാനോ അതൊക്കെ ആസ്വാദനമായി കണ്ടെത്താനോ നമ്മൾ ശ്രമിക്കാതെ അവയെ തിരുത്താനും ചോദ്യം ചെയ്യാനും, ഈ രാജ്യത്തെ ഇത്തരം മതങ്ങളുടെ ആശയങ്ങളെ പരിഹസിക്കാൻ പാടില്ലാത്തതാണെന്നും വിശ്വാസത്തെ സംരക്ഷിക്കണമെന്നും നമ്മൾ പറയേണ്ട ആളുകളാണ്. ഒരിക്കലും റാമൂളികളായി കേട്ടുകൊടുക്കേണ്ടവരല്ല, പുഞ്ചിരിക്കേണ്ടവരല്ല, സ്മൈലി ഇട്ടുകൊടുക്കേണ്ടവരല്ല, കൈയടിക്കേണ്ടവരല്ല. ദീനിയായ കൽപ്പനകളെ, വിലക്കുകളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള നിർദ്ദേശത്തെ നമ്മൾ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക എന്നുള്ളതാണ് സഹോദരന്മാരെ നമ്മൾ ചെയ്യേണ്ടത്. ചില ആൾക്കാർക്ക് സിനിമക്ക് വിളിച്ചാൽ അവർ പോകും, ഗാനമേളക്ക് വിളിച്ചാൽ അവർ പോകും, മറ്റു പല കാര്യങ്ങൾക്ക് അവർ പണം ചെലവഴിക്കും. എന്നാൽ ദീനിയായ കാര്യങ്ങൾക്ക് അവർക്ക് മനസ്സില്ലാത്ത അവസ്ഥയാണ്. അവർ പേടിക്കേണ്ടത് തന്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന രോഗത്തെയാണ്. വിശ്വാസി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ എന്നാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിച്ച് കളയല്ലേന്ന്. ഹൃദയത്തിന് സൈഗ് ബാധിച്ചവർക്കാണ് ഈ ഒരു മെന്റാലിറ്റി ഉണ്ടാവുക എന്നത് നമ്മൾ തിരിച്ചറിയണം. വിശ്വാസി പറയുന്ന വാക്കെന്താ? റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. അല്ലാഹുവിന്റെ റബ്ബായിട്ടും ഇസ്ലാമിന്റെ ദീനായിട്ടും മുഹമ്മദ് നബി എന്റെ റസൂലായിട്ടും ഞാനിതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടവനാണ് വിശ്വാസി. അസ്അലുക ഹുബ്ബക, അല്ലാഹു നിന്റെ ഹുബ്ബിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഹുബ്ബ മൻ യുഹിബ്ബുക, നിന്റെ ഇഷ്ടപ്പെട്ടവരുടെ ഇഷ്ടത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഹുബ്ബ അമലി യുഖർരിബു ഇലാ ഹുബ്ബിക, നിന്റെ സ്നേഹത്തിലേക്ക്, നിന്റെ ഇഷ്ടത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന കാര്യങ്ങളോടുള്ള ഹുബ്ബും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാനെ സ്നേഹിക്കാൻ, അള്ളാനെ ഇഷ്ടപ്പെട്ടവരെ സ്നേഹിക്കാൻ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള പടച്ചറബിന്റെ കൽപ്പനകളെയും വിലക്കുകളെയും ഇഷ്ടപ്പെടാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ പഠിച്ച കാര്യത്തെ നാം ഇഷ്ടപ്പെടുക എന്നതാണ് രണ്ടാമത്തെ മർത്തബ. മൂന്നാമത്തെ മർത്തബ എന്ന് പറയുന്നത് ആ പഠിച്ച് നാം ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ പ്രവർത്തിക്കുമെന്ന തീരുമാനമാണ്. അൽ അസ്മു അലൽ ഫിഅൽ, പ്രവർത്തിക്കുമെന്ന ഉറച്ച തീരുമാനമാണ്. വെറുതെയല്ല നാം കേൾക്കുന്നത്. ദീന് വെറുതെ കേൾക്കുകയല്ല, ദീന് വെറുതെ പറയുകയുമല്ല, ദീന് വെറുതെ പ്രചരിപ്പിക്കുകയുമല്ല. ഇതിന്റെ പിന്നിലൊക്കെ രാഷ്ട്രീയ ലാഭമാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ടാകാം, സംഘശക്തി അടയാളപ്പെടുത്തലാണ് തെറ്റിദ്ധരിക്കുന്നവരുണ്ടാകാം, സാമ്പത്തിക വരുമാനമാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള പ്രചോദനമെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ടാകാം, ഒരുപക്ഷെ അതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നവരുമുണ്ടാകാം. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല എന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. മറിച്ച് നാം ദീന് പറയുന്നതും ദീന് പഠിപ്പിക്കുന്നതും എന്തിനാണ്? പ്രവർത്തിക്കാനാണ്. അതുകൊണ്ടൊരു കാര്യം നമ്മൾ പഠിച്ചാൽ അതിന് ഇഷ്ടത്തോടെ സ്വീകരിക്കണം. ഇഷ്ടത്തോടെ അതിനെ ഇഷ്ടപ്പെട്ടാൽ പിന്നീട് നമ്മൾ നമ്മുടെ മനസ്സിൽ തീരുമാനിക്കണം, ഞാനത് പ്രവർത്തിക്കുമെന്ന കാര്യം. അല്ലാഹുവിന്റെ റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക തബാത ഫിൽ അംർ വൽ അസീമത അല റുഷ്ദ്. അല്ലാഹുവേ, കാര്യങ്ങളിലുള്ള സ്ഥിരത ഞാൻ നിന്നോട് ചോദിക്കുന്നു, സന്മാർഗത്തിലുള്ള ആ ഒരു ഉറപ്പ്, ആ ഒരു ഉറച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടൊരു കാര്യം പഠിച്ചാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിനെ സ്നേഹിക്കുക, അതെന്തായിരുന്നാലും ഞാൻ ചെയ്യുമെന്ന് തീരുമാനിക്കാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അത് എന്റെ ജീവിതത്തിൽ എന്തായിരുന്നാലും ചെയ്യുമെന്ന് തീരുമാനിക്കുന്നിടത്ത് പലർക്കും പല അപജയങ്ങളും സംഭവിക്കാറുണ്ട്. വലൗ അന്നഹും ഫഅലൂ മാ യുഅദൂന ബിഹി ലകാന ഖൈറൻ ലഹും വഅശദ്ദു തസ്ബീതാ. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 66-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ് വലൗ അന്നഹും ഫഅലൂ മാ യുഅദൂന ബിഹി ലകാന ഖൈറൻ ലഹും. അവർക്ക് നൽകപ്പെട്ട ഉപദേശങ്ങൾ അവർ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ
ലകാന ഖൈറൻ ലഹും, അതവർക്ക് ഏറ്റവും ഉത്തമമാണ് എന്നാണ്. ഇൽമ പഠിക്കുന്നത് എന്തിനാ സുഹൃത്തുക്കളെ? അത് പ്രാവർത്തികമാക്കാനാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം ചേർത്ത് 100 തവണ ചെല്ലാൻ, അല്ലേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇത് മൂന്നും ചേർത്ത് 100 തവണ ചെല്ലാൻ അലി ഇബ്നു അബീ ത്വാലിബിനും ഫാത്തിമ റളിയല്ലാഹു അൻഹുമയ്ക്കും അല്ലാഹുവിന്റെ റസൂലുള്ള പഠിപ്പിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും അദ്ദേഹം അത് ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ്. ഫർളിന് പുറമെ 12 റക്അത്ത് സുന്നത്ത് റസൂലുള്ള പഠിപ്പിച്ചതിന് ശേഷം അത് കേട്ട സഹാബത്ത് ആരും അത് ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തായിരുന്നാലും ഞാൻ പ്രവർത്തിക്കും എന്ന ഒരു ബോധം, ഒരു തീരുമാനം നമുക്കുണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. കേട്ടതും അറിഞ്ഞതുമൊക്കെ പ്രവർത്തിക്കാൻ ആളുകൾക്ക് പല തടസ്സമാണ്. ഞാനത് ചെയ്തു കഴിഞ്ഞാൽ എന്റെ ജോലിയെ ബാധിക്കും, എന്റെ കൂട്ടുകാരെ ബാധിക്കും, എന്റെ കുടുംബത്തെ ബാധിക്കും, സമൂഹത്തിൽ എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും, ആൾക്കാരെന്തൊക്കെയാ പറയാ, ഞാൻ മാറിക്കഴിഞ്ഞാൽ, ഞാൻ തിരുത്തിക്കഴിഞ്ഞാൽ, എന്റെ രൂപം കോലം മാറ്റിക്കഴിഞ്ഞാൽ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാകും. സഹോദരന്മാരെ, അവർക്ക് ഈ തൗഫീഖ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനയോട് അവർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാജിബ് അത് നഷ്ടപ്പെടുത്തിയവരാണ് അവരെന്ന കാര്യം, അതിൽ അനാസ്ഥ കാണിച്ചവരാണെന്ന കാര്യം അവർ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കൊരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കേൾക്കുന്ന നന്മകൾ അത് പ്രവർത്തിക്കുമെന്ന ഉറച്ച തീരുമാനം നമുക്കുണ്ടായിരിക്കണം. 4ാമത്തെ കാര്യം സുഹൃത്തുക്കളെ, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ദീൻ നമ്മൾ പഠിച്ച് അത് നമ്മൾ ഇഷ്ടപ്പെട്ട് പ്രവർത്തിക്കുമെന്ന് തീരുമാനിച്ച് പിന്നെ ചെയ്യേണ്ടത് തീരുമാനം അവിടെ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ കണ്ട പോലെ ജീവിക്കുക എന്നുള്ളതല്ല, മറിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് തീരുമാനിച്ച കാര്യം പ്രവർത്തിക്കുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഓരോ കർമ്മത്തിനും അതിന്റേതായ സമയങ്ങളുണ്ട്, നിർവഹണത്തിന്റെ രൂപങ്ങളുണ്ട്. അത് കൃത്യമായി സമയത്തിന് നിർവഹിക്കുക. പിന്നെയാകാം, നാളെയാകാം, ഇപ്പോൾ കുറച്ച് ഉറങ്ങട്ടെ, ഇപ്പോൾ കുറച്ച് വിശ്രമിക്കട്ടെ, ഇപ്പോൾ ഈ പണി അങ്ങ് തീർക്കട്ടെ, എന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച പലരും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ല. അടുത്ത സമയം ചെയ്യാമെന്ന് തീരുമാനിച്ച പലരും അവർക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചത് എന്താണ്? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർദുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങൾ സ്വർഗ്ഗത്തിന് വേണ്ടിയും അള്ളാന്റെ പാപമോചനത്തിന് വേണ്ടിയും മത്സരിക്കണം എന്നാണ്. ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് അയലുമടലല്ല, മറിച്ച് അത് പ്രവർത്തിക്കാം. ആരെങ്കിലും സുബ്ഹാനല്ലാഹ് എന്ന് 100 തവണ ചൊല്ലിയാൽ 1000 പ്രതിഫലം ലഭിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് കേട്ടാ പിന്നെ നമുക്ക് ഇപ്പോൾ തന്നെ ചൊല്ലിത്തുടങ്ങാം. നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു 10 കാരുണ്യം ചൊരിയും. മൻ സല്ല അലയ്യ സലാത്തൻ വാഹിദ സല്ലല്ലാഹു അലൈഹി അശ്ർ. ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മേൽ സലാത്ത് ചൊല്ലിയാൽ അവന്റെ മേൽ പടച്ച റബ്ബ് 10 കാരുണ്യം ചൊരിയും എന്ന ഹദീസ് കേട്ടാൽ നബിയുടെ വാക്ക് 30 മിനിറ്റ് ഖുത്ബയിൽ 100-ലധികം തവണ ഞാൻ ആവർത്തിച്ചു പറയുന്നുണ്ടാകും. ആ സമയത്തൊക്കെ നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം. ഇൽമ് എന്തിനുള്ളതാണ്? അമൽ ചെയ്യാനുള്ളതാണ്. ബദ്റു ബിൽ അമാൽ ഫീതനൻ കഖിതഅൽ ലൈലിൽ മുദ്ലിം യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ വയുംസി റജുലു മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ യബീഉ ദീനഹു ലിഗർദിൻ മിനദ് ദുനിയ. അവസാന കാലത്ത് ആളുകൾ ദീനിനെ ദുനിയാവിന് വേണ്ടി വിൽക്കുന്ന കാലം വരും. രാവിലെ ഈമാനുള്ളോ വൈകുന്നേരം ഈമാൻ പോവും, വൈകുന്നേരം ഈമാനുള്ളോ നേരം വെളുക്കുമ്പോത്തിന് ഈമാൻ നഷ്ടപ്പെട്ടു പോകും. ആ കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ലയിച്ചു ചേരണമെന്നല്ല, ബാദിറു ബിൽ അമാൽ, നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ മുന്നേറണമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഹാബി ചോദിക്കുക, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് നബിയെ? അസ്സലാത്തു അലാ വഖ്തിഹാ, സമയത്തിന് നിസ്കരിക്കലാണ്. മറ്റൊരു ഹദീസിലുള്ളത് അവ്വലി വഖ്തിഹാ, ഫസ്റ്റ് ടൈം നിസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം. പിന്നെയാകാന്നല്ല, ഈ പണിയും കൂടി തീരട്ടെ എന്നല്ല. ബാങ്ക് കൊടുത്താൽ നമസ്കാരത്തിനുള്ള വെളി വന്നോ, പിന്നെ ഫസ്റ്റ് അജണ്ട നമസ്കാരമാണ്. നിനക്ക് വേണ്ടി മറ്റുള്ളവർ നമസ്കരിക്കും മുമ്പ് നിനക്ക് വേണ്ടി നീ നമസ്കരിക്കുക എന്ന് നമ്മളൊക്കെ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. അത് സ്റ്റാറ്റസ് വെക്കാൻ മാത്രമുള്ള അല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. എല്ലാ കർമ്മങ്ങളും, നമസ്കാരം മാത്രമല്ല എല്ലാ കർമ്മങ്ങളും നിർവഹിക്കാൻ നാം ഔത്സുക്യം കാണിക്കണം, മാത്സര്യം കാണിക്കണം, ജാഗ്രത കാണിക്കണം. ജോലിയും തിരക്കും സോഷ്യൽ മീഡിയയും മറ്റു കാര്യങ്ങളും ഒന്നും നമുക്കതിന് തടസ്സമാകരുത്. നമ്മൾ വന്നത് തന്നെ കർമ്മങ്ങൾ ചെയ്യാനാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നിനെയും ഞാൻ ഉണ്ടാക്കിയത് ആരാധന ചെയ്യാനാണ്. അൽയൗമ അമൽ ലാ ഹിസാബ്, ഇത് അമലിന്റെ ലോകമാണ്. ഇവിടെ ഹിസാബില്ല. പരലോകത്ത് അമലില്ല, ഹിസാബ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഹിസാബില്ല, അമല് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു കരയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ കരയണെന്ന്? അദ്ദേഹം പറഞ്ഞു, പരലോകത്ത് ഞാൻ ചെന്ന് നിൽക്കുമ്പോ അള്ളാഹ് എന്നോട് ചോദിക്കുകയാണ്, യാ അബാ ഉഐമിറ മാദാ അമിൽത ഫീമാ അലിംത, നീ പഠിച്ചതനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു എന്ന് അള്ളാഹു എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താണ് മറുപടി പറയാന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞുപോയത്.
അതുകൊണ്ട് നമുക്ക് കിട്ടിയ അവസരം, സമയം, സമ്പത്ത്, യൗവനം, ആരോഗ്യം, ഒഴിവ് സമയം, ജീവിതം, ഇതെല്ലാം ദീന് ആചരിക്കാനും പ്രവർത്തിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. വെറും നിസ്കാരം, നോമ്പ് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തുമുള്ള പടച്ചോന്റെ കൽപ്പനകൾ അത് പഠിച്ചാൽ, അതിനെ ഇഷ്ടപ്പെടുക, അത് ചെയ്യുമെന്ന് തീരുമാനിക്കുക, പിന്നെ അത് പ്രവർത്തിക്കുക. അള്ളാഹു വിലക്കിയ ഒരു കാര്യം അതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആദാബുകളെല്ലാം കൃത്യമായി പാലിച്ച് യഥാർത്ഥ മുഅ്മിനായി മുവഹ്ഹിദായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ കൽപ്പനകളോട് അവന്റെ വിലക്കുകളോട് നമ്മൾ പാലിക്കേണ്ട 7 മർത്തബകൾ, മര്യാദകളിൽ 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 5ാമത്തെ കാര്യം അൽ മർത്തബത്തുൽ ഖാമിസ. 5ാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഈ പഠിച്ച, ഇഷ്ടപ്പെട്ട, ചെയ്യുമെന്ന് തീരുമാനിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മം അത് ഇഖ്ലാസോടുകൂടെ നിർവഹിക്കുക എന്നുള്ളതാണ്. പടച്ചറബിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ ആത്മാർത്ഥമായി ചെയ്യുന്ന കർമ്മങ്ങളായിരിക്കാം, പക്ഷെ അവർ ചെയ്യുന്ന രീതി ശരിയായിക്കൊള്ളുന്നില്ല, അപ്പോൾ അത് സ്വീകരിക്കൂല. ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയാകണം. അതെങ്ങനെയായിരിക്കണം? അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോട് യോജിപ്പുള്ളതായിരിക്കണം, അസ്വബായിരിക്കണം. അതുപോലെ തന്നെ അഖ്ലസ്, ഏറ്റവും ഇഖ്ലാസ് ഉള്ളതായിരിക്കണം. ചെയ്യുന്ന കർമ്മം ശരിയായാൽ മാത്രം പോരാ, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചു വേണം. അള്ളാന്റെ പ്രീതി ആഗ്രഹിച്ച് മാത്രം ചെയ്താൽ പോരാ, റസൂലിന്റെ സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് ചെയ്യണം. ഈ 2 നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ പ്രാവർത്തികമാക്കേണ്ടത്. നിസ്കാരത്തിലും മറ്റ് സ്വതക്കുകളിലും മറ്റെല്ലാ കർമ്മങ്ങളിലും മാത്രമല്ല. ഒരു തെറ്റ് ഉപേക്ഷിക്കാൻ എന്താ കാരണം? അതുകൊണ്ട് ക്യാൻസർ ഉണ്ടാകും. അത് ആളുകൾ അറിഞ്ഞാൽ എന്റെ അപമാനം, എനിക്ക് അപമാനമുണ്ടാകും അല്ലെ, അതെന്റെ കുടുംബത്തിന് പ്രശ്നവും, എന്റെ മക്കൾക്ക് പ്രശ്നവും, എന്റെ ഇമേജിന് പ്രശ്നവും. അതിനല്ല. ഇന്നി യഖാഫുല്ലാഹ്, ഞാൻ എന്റെ റബ്ബിനെ ഭയക്കുന്നു. അവിടെയും വേണം ഇഖ്ലാസ്. തെറ്റുകൾ ഉപേക്ഷിക്കുന്നിടത്തും ഇഖ്ലാസ് വേണം, നന്മകൾ പ്രവർത്തിക്കുന്നിടത്തും ഇഖ്ലാസ് വേണം. അന അഗ്ന ശുറകാ അന ശിർക്ക് മിൻ അമലിൻ, എല്ലാ ശിർക്കായ കർമ്മങ്ങളിൽ നിന്നും ഞാൻ മുക്തനാണ്. ഒരാളുടെയും ശിർക്ക് ഞാൻ സ്വീകരിക്കൂല. ആളെ കാണിക്കാൻ വേണ്ടി, പ്രശസ്തി കിട്ടാൻ വേണ്ടി, വലിയ ആളാകാൻ വേണ്ടി, ഇതിനൊക്കെ വേണ്ടി ആരെങ്കിലും വല്ലതും ചെയ്താൽ അതൊക്കെ ബാത്തിലാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയില്ലാത്ത നല്ലതല്ലേ നല്ലതല്ലേ എന്നും പറഞ്ഞിട്ട് കുറെ ബിദ്അത്തുകൾ ചെയ്താൽ അതും ബാത്തിലാണ്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നബിയിലൂടെ പഠിപ്പിച്ച രീതി എങ്ങനെയാണോ അങ്ങനെ അള്ളാന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളെ സ്വീകരിക്കുക, അള്ള വിലക്കിയതിനെ മാറ്റിവെക്കുക എന്നുള്ളതാണ് നമ്മൾ പാലിക്കേണ്ട 5ാമത്തെ കാര്യം. 6ാമത്തെ കാര്യം, സുഹൃത്തുക്കളെ, പണമുണ്ടാക്കുന്നവൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ആ പണം തൊലഞ്ഞു പോകാതിരിക്കാനാണ്. അല്ലെ, വല്ല സ്വത്തും ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, സംരക്ഷിക്കാൻ പഠിക്കണം. ഇതുപോലെ തന്നെയാണ് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നമ്മുടെ ഈ ആരാധനകൾ, ഈ പുണ്യപ്രവർത്തനങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ പ്രവർത്തിച്ച് അള്ളാഹുവിന്റെ വിലക്ക് നമ്മൾ മാറ്റിവെക്കുമ്പോൾ അത് തകർന്നു പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊരിക്കലും നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അള്ളാന്റെ ദീന്, അള്ളാന്റെ കൽപ്പനകൾ അതെന്താണ് നമ്മൾ പഠിച്ചപ്പോൾ നമുക്കതിനെ ഇഷ്ടമായി അല്ലെ, അതിനെ നമ്മൾ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. പിന്നീട് അത് എന്തായാലും പ്രവർത്തിക്കുമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. പിന്നീട് നമ്മളത് പ്രവർത്തിക്കുന്നു. അത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി റസൂലിന്റെ സുന്നത്ത് പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു പോകുന്നു. രാവും പകലും ഒരുപാട് നന്മകൾ നമ്മൾ പഠിച്ച് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു വിശ്വാസി ജാഗ്രത കാണിക്കേണ്ട കാര്യം, ഒരു വഴിക്ക് ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വഴിക്ക് ഇതൊരു ഓട്ടപാത്രമായിട്ട് മാറുന്നുണ്ടോന്ന് ജാഗ്രത കാണിക്കണം. വിശ്വാസികൾ എപ്പോഴും പേടിക്കുന്ന കാര്യമാണത്. വല്ലദീന യുഅ്തൂന മാ ആതൂ വഖുലൂബുഹും വജില. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമ്പത്ത് ചിലവഴിക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്കൊരു പേടി ഉണ്ടാവും. എന്താ കാരണം? പടച്ചോനെ ഇത് സ്വീകരിക്കാതെ ബാത്തിലായി പോകോ എന്നൊരു പേടി എപ്പോഴും അവർക്കുണ്ടാകും എന്നുള്ളതാണ്. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നബിയേക്കാൾ ശബ്ദം ഉയർന്നു പോയാൽ അൻ തഹ്ബത അമാലഹും, നിങ്ങളുടെ കർമ്മങ്ങൾ തകർന്നു പോകും നിങ്ങൾ അറിയാത്ത കോലത്തിൽ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പള്ളിക്ക് വരവ് നിർത്തി. എന്തേ? നബിനേക്കാൾ എന്റെ ശബ്ദം ഉയർന്നു പോയിട്ടുണ്ട് പലപ്പോഴും, അതെന്റെ കർമ്മങ്ങൾ തകരാൻ കാരണമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം പള്ളിക്ക് വരവ് നിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിയെ പറഞ്ഞയച്ച് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. താങ്കൾ സ്വർഗ്ഗക്കാരനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു.
അപ്പൊ ഒരു വിശ്വാസി എപ്പോഴും പേടിക്കേണ്ട കാര്യമാണ്, ഞാൻ അറിയാതെ എന്റെ കർമ്മങ്ങൾ തകർന്നു പോകുമോ എന്ന കാര്യം നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, പേടിക്കണം എന്നുള്ളതാണ്. നശിപ്പിച്ചു കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറഞ്ഞെന്താ, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, താങ്കളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ താങ്കളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. വമൻ യക്ഫുർ ബിൽ ഈമാനി ഫഖദ് ഹബിത അമലു, ആരെങ്കിലും വിശ്വസിക്കേണ്ട കാര്യത്തിൽ വിശ്വസിക്കാതെ പോയാൽ അവന്റെ കർമ്മങ്ങളെല്ലാം ബാത്തിലാകും. രഹസ്യമായി തെറ്റുകൾ ചെയ്യുക, പരസ്യമായി നന്മകൾ ചെയ്യുക, ഇങ്ങനത്തെ ആളുകളുടെ നന്മകളെല്ലാം ഒരു പർവ്വത സമാനമായിട്ട് കൂട്ടിയിട്ടിട്ട് പരലോകത്ത് വെച്ച് അല്ലാഹു നശിപ്പിച്ചു കളയും. എന്തേ? നിസ്കരിച്ചവർ, നോമ്പ് നോറ്റവർ, ഖിയാമുൽ ലൈൽ നിർവഹിച്ചവർ, സദഖ നിർവഹിച്ചവർ, നാട്ടുകാർക്കിടയിൽ മാന്യനായി, ഈമാനിയായി, മുത്തഖിയായി, മുവഹിദായി, അല്ലെ സലഫിയായി ഒക്കെ ജീവിച്ച ആള് പരലോകത്തെത്തുമ്പോൾ എല്ലാ നന്മകളും തകർക്കപ്പെടും. എന്തേ കാരണം? വഇൻ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹ, അയാൾ ഹറാമുകൾ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയവനാണ്. ഒരു വിശ്വാസി എപ്പോഴും പേടിക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർമ്മങ്ങൾ ബാത്തിലായി പോകുന്ന അസ്ബാബുകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അള്ളാഹ് കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് മുത്തഖിയിൽ നിന്നാണ്. അതുകൊണ്ട് ആ തഖ്വ എപ്പോഴും നമുക്കുണ്ടാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഹസൻ ബസ്രി റഹ്മഹുല്ലാഹ് പറഞ്ഞു, ഒരു വിശ്വാസിക്ക് അള്ളാഹു കൊടുത്തിരിക്കണം എന്താ? നന്മ ചെയ്യാനുള്ളൊരു മനസ്സും സ്വീകരിക്കൂലേ റബ്ബേ എന്നുള്ളൊരു പേടിയാണ്. ഒരു കപട വിശ്വാസിയുടെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, അവന്റെ ഉള്ളിൽ സംയോജിച്ച രണ്ട് ക്വാളിറ്റി, ഒന്ന് എന്ത് തോന്നിയാസം ചെയ്യാനുള്ള മനസ്സും, അതുപോലെ തന്നെ എന്ത് തോന്നിയാസം ചെയ്താലും ഒന്നും പേടിച്ചാനൊന്നുമില്ല എന്നുള്ള ആ ഒരു ധൈര്യമാണ്. വിശ്വാസി നന്മകൾ നല്ലോണം ചെയ്യും, അതോടൊപ്പം നല്ല പേടിണ്ടാവും, ഇത് സ്വീകരിക്കൂലേന്ന്. കപട വിശ്വാസി യഥേഷ്ടം ഹറാമുകൾ ചെയ്യും, ഇന്ന് അവന് ഭയങ്കര ധൈര്യമാണ്, അതൊക്കെ പുറത്തോളൂ, അതൊന്നും പ്രശ്നമല്ലേ, അതൊക്കെ ആരാ ചെയ്യാത്ത, അതൊക്കെ വലിയ കുറ്റാണ്, അതൊക്കെ ചെറുതല്ലേ, അല്ലേ? ഇതിലേതിലെ നമ്മളെന്നുള്ള ആലോചിച്ചാൽ മതി. പണ്ഡിതന്മാർ പറയാണ്, വിശ്വാസികൾക്ക് എപ്പോഴും ആ ഒരു പേടി ഉണ്ടാവുന്നു. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ബാത്തിലായി പോകാതിരിക്കാൻ നമ്മൾ ജാഗ്രത കാണിക്കുന്ന 6ാമത്തെ കാര്യം. 7ാമത്തെ കാര്യം സുഹൃത്തുക്കളെ, അസ്സബാത്തു അലൈഹി. അസ്സബാത്തു അലൈഹി, അല്ലാഹുവിന്റെ കൽപ്പനകൾ, നിയമനിർദ്ദേശങ്ങൾ, വിലക്കുകൾ, ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുക. പഠിച്ചാൽ അത് നമ്മൾ ഇഷ്ടപ്പെടുക, അത് പ്രവർത്തിക്കുമെന്ന് തീരുമാനിക്കുക, പിന്നീട് അത് പ്രവർത്തിക്കുക. അത് പ്രവർത്തിക്കുമ്പോൾ പടച്ചറബിന്റെ പ്രീതി മാത്രം നമ്മൾ ആഗ്രഹിക്കുക. ആ പ്രവർത്തിച്ച കാര്യങ്ങൾ ഒരിക്കലും പാഴായി പോകാതിരിക്കാൻ ജാഗ്രത കാണിക്കുക. ആ പ്രവൃത്തി തുടർന്നു പോകുക എന്നുള്ള. എവിടെയാ ലാസ്റ്റ് ഡേറ്റ്? വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരിക്കും വരേക്കും നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോടാ കൽപ്പന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ചില ആളുകൾ സ്വർഗ്ഗക്കാരന്റെ പണി ചെയ്യും, പക്ഷേ നരകക്കാരനായിട്ട് അവൻ മരിക്കും. എന്തേ? കൊല്ലങ്ങളോളം നന്മകൾ ചെയ്തിട്ട് അവസാനം ഒരു കള്ളിലോ ഒരു പെണ്ണിലോ ഒരു സാമ്പത്തിക പ്രശ്നത്തിലോ ഒരു ശിർക്കിലോ ഖുറാഫാത്തിലോ എന്തെങ്കിലുമൊക്കെ കൊള്ളയിലോ കൊലപാതകങ്ങളിലോ ഒക്കെ പെട്ടിട്ട് ആള് വളരെ മോശപ്പെട്ട ആളായി, പടച്ചറബിന് വെറുക്കപ്പെട്ടവനായി, സൂഉൽ ഖാത്തിമ, മോശപ്പെട്ട മരണം അവനുണ്ടാകും എന്നുള്ളതാണ്. ഏതൊരു നന്മയോ 1-2 തവണയൊക്കെ ചെയ്യാൻ ആർക്കും ചിലപ്പോൾ പറ്റിയേക്കാം, പക്ഷെ അത് തുടർന്ന് പോകുക എന്നുള്ളതാണ് അല്ലെ നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മുടെ സ്വഭാവം ക്ഷമിക്കാൻ, ഒരു സമയത്തൊക്കെ ക്ഷമിക്കാനൊക്കെ പറ്റും, വിനയം കാണിക്കാനൊക്കെ പറ്റും. ഒരു മരിച്ച വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് എന്തായാലും നമ്മളെ അവസ്ഥ എന്നൊക്കെ ചിന്തിക്കാനൊക്കെ പറ്റും. പക്ഷെ അതൊക്കെ മറന്നു കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരവും ആ ഒരു പവറും ഒക്കെ കാണിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഇതെല്ലാത്തിനും ഒരു കൺസിസ്റ്റൻസി ഏറ്റവും അനിവാര്യമാണ്. സബാത്ത്, സ്ഥിരത. നിങ്ങൾ ഇസ്തിഖാമത്തോടുകൂടെ നിന്നാൽ നിങ്ങൾക്ക് എല്ലാവിധ സമൃദ്ധിയും ഞാൻ ഇറക്കിത്തരുന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിച്ച് ആ റബ്ബിന്റെ മാർഗത്തിൽ അടിയുറച്ച് ഇസ്തിഖാമത്തോടുകൂടെ മുന്നോട്ട് പോയവൻ. എന്തിനാ നമ്മളോട് 17 തവണ നിർബന്ധമായിട്ടും ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിപ്പിക്കണേ? സ്ഥിരതയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ ദീനിൽ സ്ഥിരമായി നമ്മൾ നിൽക്കുക എന്നുള്ള. സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹ് അസ്സഖഫി റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുക, നബിയേ ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു ഗൈറക, താങ്കളോടല്ലാത്ത ഒരാളോടും ചോദിക്കേണ്ടതില്ലാത്ത വിധം എനിക്കൊരു കർമ്മം ഇനിയൊരാളോടും ചോദിക്കേണ്ടി വരരുത്, ഒരു കാര്യങ്ങൾ പഠിപ്പിച്ചെരിയായിരുന്നു. റസൂലുള്ളാഹി പറയാ, ഖുൽ, നീ പറ, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, സുമ്മസ്തഖിം, പിന്നെ ആ മാർഗത്തിൽ നീ സ്ഥിരതയോടുകൂടെ മുന്നോട്ട് പോകുന്ന ചാഞ്ചാട്ടം ഉണ്ടാകരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, പ്രാർത്ഥിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ചു. എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ യുദ്ലമ അലയ്യ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. അല്ലേ, ഒരുപാട് പ്രാർത്ഥനകൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ? വഴിതെറ്റി പോകാതിരിക്കാനുള്ള പ്രാർത്ഥന, ആക്രമിക്കപ്പെടാതിരിക്കാനുള്ള പ്രാർത്ഥന, വിവരക്കേട് ഇങ്ങോട്ടും വിവരക്കേട് അങ്ങോട്ടും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത്. വേറൊരാളെ ഞാൻ പോയി ആക്രമിക്കുക, വേറൊരാൾ ഇന്നെ വന്ന് ആക്രമിക്കുക, ഈ അവസ്ഥയും ഇല്ലാതിരിക്കുക. ഒരാളെ ഞാൻ സ്വയം വഴിതെറ്റുക, മറ്റൊരാൾ എന്നെ വഴിതെറ്റിക്കുക, ഈ അവസ്ഥയൊന്നും ഇല്ലാതിരിക്കുക
തെറ്റാതിരിക്കാൻ പടച്ചോനെ ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് റസൂലുള്ള പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്തിഖാമത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ മലക്കുൽ മൗത്തും സംഘവും നമ്മുടെ റൂഹ് പിടിക്കാൻ വരുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം, നമ്മൾ ഓക്കെ ആയിരിക്കണം, നമ്മൾ ദീനിലായിരിക്കണം, നമ്മൾ പടച്ചറബിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലായിരിക്കണം. എപ്പം മരിക്കുന്ന അറിയാത്തതുകൊണ്ട് ഓൾവേസ് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ്, ഇസ്തിഖാമത്തോടുകൂടെ നിൽക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ കൽപ്പനകളോട് നമ്മൾ പാലിക്കേണ്ട 7 മര്യാദകൾ. ഇത് കൂടുതൽ പഠിക്കാനും വീണ്ടും കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ ഈ 7 സ്വഭാവം നമുക്കുണ്ടെന്ന് ഉറപ്പിക്കുവാനും നമ്മളെല്ലാവരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പടച്ചറബ് നമുക്ക് നൽകിയ എല്ലാറ്റിലും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. നമ്മുടെ നല്ല മുറാദുകളെ അള്ളാഹു എത്രയും വേഗം ഹാസിലാക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിലുള്ള മോശപ്പെട്ട ചിന്തകളെയും മലീമസമായിട്ടുള്ള കാര്യങ്ങളെയും അള്ളാഹു വൃത്തിയാക്കുമാറാവട്ടെ. രാവിലും പകലിലും പടച്ചറബിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. പടച്ചറബ് ഇൽമുൻ നാഫിഅ നമുക്ക് അധികരിച്ച് നൽകുമാറാവട്ടെ. അമലുൻ സാലിഹ് അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. ഈ ദീനിൽ ഇസ്തിഖാമത്തോടുകൂടെ ഉറച്ചു മുന്നോട്ട് പോകാൻ പടച്ചറബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. പല സാഹചര്യത്തിൽ സന്ദർഭത്തിൽ മനസ്സിനും പിശാചിനും കൂട്ടിനുമൊക്കെ വഴിപ്പെട്ട് നമ്മൾ ചെയ്തുപോയ അബദ്ധങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമുക്ക് നേരെയുള്ള എല്ലാ മുസീബത്തുകളെയും അള്ളാഹു തടുക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളുടെ ആസാറുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ലോകത്തും മറച്ചുവെക്കുകയും തടഞ്ഞുവെക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ നന്മകളുടെ ആസാറുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണശേഷവും നമ്മുടെ ഖബറിലേക്ക് അപങ്കുരം വർഷിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും സന്തോഷവും ഊട്ടി ഉറപ്പിക്കുമാറാവട്ടെ. അതിന് പറ്റിയ ഒരു ഭരണമാറ്റം അള്ളാഹു നമ്മുടെ രാജ്യത്ത് സംജാതമാക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗികൾക്ക് ശിഫാഉൻ ആജിൽ സമ്മാനിക്കുമാറാവട്ടെ. അവർക്ക് ക്ഷമയും പ്രതിഫലവും അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ കഴിച്ചുകൂട്ടാൻ അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ലവരായി ജീവിക്കാൻ, നല്ലവരായിരിക്കെ പടച്ചറബിന് ഇഷ്ടപ്പെട്ടവരായിരിക്കെ മരിച്ചു പിരിയാൻ അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാവട്ടെ. ദീനിന്റെ കാര്യത്തിലുള്ള അലസതയും മടിയും അഹങ്കാരവും ഭൗതികമായിട്ടുള്ള ആർത്തിയും മറ്റുള്ളവരെ അന്ധമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന പ്രവണതയും ഒക്കെ പടച്ചറബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് എടുത്തു കളയുമാറാവട്ടെ. ഹലാലായ കാര്യങ്ങളിൽ മാത്രം ആസ്വാദനം കണ്ടെത്തി പടച്ചറബിന് വഴിപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും തുണയ്ക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.